ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ചയും കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ റീഡ് ടു വേഴ്സസ് ഫ്രം സാംസ് 145 സങ്കീർത്തനം 1 വാക്യം. സാംസ് 145 verse 1. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അടുത്തത് 149 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നിങ്ങൾ ആ 2 വാക്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 145 സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. 145 സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വായിച്ചത്. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. അദ്ദേഹം യൂസ് ചെയ്ത 2 എക്സ്പ്രഷനാണ് എൻ്റെ ദൈവം, എൻ്റെ രാജാവ്. 2 എക്സ്പ്രഷൻസാണ് അല്ലേ? എൻ്റെ ദൈവം, എൻ്റെ രാജാവ്. ദാവീദ് രാജാവായിരുന്നു. അപ്പം രാജാവ് പറയുകയാണ് എൻ്റെ രാജാവ്. മനസ്സിലാകുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ 2 എക്സ്പ്രഷനാണ് ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ദൈവം, മറ്റേത് എൻ്റെ രാജാവ്. 149 സങ്കീർത്തനത്തിൽ അവിടെയും പറയുന്ന വാക്കിൽ നമ്മൾ 2 വാക്യത്തിൽ വായിച്ചെടുത്ത് 2 എക്സ്പ്രഷനാണ് അവിടെ കാണുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 2 എക്സ്പ്രഷൻ വായിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ച 2 വാക്യം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അപ്പം അവിടെയും എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് പറയുമ്പോൾ 2 കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് അവൻ്റെ രാജാവിൽ സന്തോഷിക്കട്ടെ, രാജാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ദൈവത്തിന് കൊടുത്തത് എവ്രി ഡേ ഐ വിൽ പ്രൈസ് യു, ഐ വിൽ പ്രൈസ് യുവർ നെയിം. verse 2, let Israel rejoice in their maker, let the children of Zion be joyful in their king. ഈ 2 എക്സ്പ്രഷനും വീണ്ടും ജനിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു എക്സ്പ്രഷൻ അല്ല. നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 എക്സ്പ്രഷനും നമുക്ക് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എക്സ്പ്രഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം, വീണ്ടും ജനിക്കപ്പെട്ട ഏതൊരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും പറയുകയും നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം നമ്മുടെ കർത്താവ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നന്നായിട്ടറിയാം. അതേപോലെ തന്നെ രാജാവും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നന്നായിട്ടറിയാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര അളവിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഹൗ ഫാർ വി ആർ. ഇപ്പം ഈ സാധാരണഗതിയിൽ ക്രിസ്ത്യ ജീവിതം തുടങ്ങുമ്പോൾ ഈ 2 എക്സ്പ്രഷനും വളരെ വൈബ്രൻ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. കുറച്ചങ്ങോട്ട് പോകുന്നുണ്ട് അത് എത്രമാത്രം ഇപ്പോഴും ആ നിലയിൽ വൈബ്രൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രിയമാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആദ്യം തുടങ്ങുമ്പോൾ വളരെ സന്തോഷമാണ്. കർത്താവ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കർത്താവ് രാജാവാണെന്ന കാര്യത്തെക്കുറിച്ചും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ എത്രമാത്രം അത് സന്തോഷത്തോടു കൂടിയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിലെ സ്കൂളിലൊക്കെ പഠിച്ചവർക്കറിയാം, ഈ ഓണപ്പരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, പിന്നെ ഫൈനൽ എക്സാം ഉണ്ട്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ എന്തുണ്ട്? മിഡ് ടേം ഈസ് ദർ, റൈറ്റ്? ഹാഫ് ഇയർലി ഈസ് ദർ, ദെൻ വാട്ട് എൽസ്? ഫൈനൽസ്. ഓൺലി 2 എക്സാംസ്. മിഡ് ടേംസ് ആർ ദർ, അല്ലെങ്കിൽ പ്രിലിംസ് ആർ ദർ. ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ പ്രിലിംസിനൊക്കെ എന്തുണ്ട്, അല്ലെങ്കിൽ പ്രീ ബോർഡിനൊക്കെ എന്തുണ്ട്? പിന്നെയും നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ടല്ലേ? ഫൈനലല്ല, എഴുതി തീർന്നിട്ടില്ല, ഫൈനൽ പേപ്പറല്ല അത്. പക്ഷേ നമുക്ക് പിന്നെയും എഴുതാനായിട്ടുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ പിന്നെയും പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതിന് വേണ്ടിയാണ് ഒരു പ്രീ ബോർഡെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും അങ്ങനെയുണ്ട്. പക്ഷേ നമുക്ക് ഈ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നാട്ടിൽ പഠിച്ച പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഈ ഓണപ്പരീക്ഷയുടെ അവധി അങ്ങോട്ട് കഴിഞ്ഞ് തിരിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ വരുമ്പം സാറിൻ്റെ കയ്യിലോട്ട് നോക്കും. നിങ്ങൾക്കൊക്കെ അറിയാവോ എന്നറിയത്തില്ല. സാറിൻ്റെ കയ്യിലോട്ട് നോക്കും. അപ്പോൾ സാറിൻ്റെ കയ്യിൽ ഒരു കെട്ട് എന്ത് കാണും? പേപ്പർ കാണും. പേപ്പർ കാണുമ്പം ഈ പിള്ളേരെല്ലാം കൂടെ ഒരു എക്സ്പ്രഷനുണ്ട്. എന്താണെന്നറിയാം? നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ആ എക്സ്പ്രഷൻ?
അത്രയും വളരെ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നായിരിക്കാം. സാറിൻ്റെ കയ്യിലെ ഈ ബഞ്ച് ഓഫ് പേപ്പർ കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരും. ഓണപ്പരീക്ഷ എഴുതിയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വരും. നന്നായിട്ട് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല, അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കും. പക്ഷേ പല നിലയിലാണല്ലോ നമ്മുടെ പഠിത്തമായിരിക്കും, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചങ്കിടിപ്പായിരിക്കും. നിങ്ങൾക്കൊന്നും ഒരു പക്ഷേ പ്രശ്നം, ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോർഡിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇത് സൈൻ ഇട്ടുകൊണ്ട് വരണം. അപ്പം നല്ല അടിയും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ നല്ല പേരൻസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിച്ചൊന്നും കാണത്തില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ അതുപോലെ അടിയും കൂടിയൊക്കെ കിട്ടും. അപ്പം ഇങ്ങനെ ഒരു പേപ്പർ നമുക്ക് ചൊവ്വാഴ്ച കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ഒരു പേപ്പർ കിട്ടി. അപ്പോൾ ആ പേപ്പർ കിട്ടിയപ്പം അതിനകത്തൊരു സ്റ്റേറ്റസ് എഴുതിയിരുന്നു. നമ്മുടെ ഈ മാർക്കൊക്കെ നമുക്ക് കിട്ടുമ്പം നമുക്കതിൽ ഇങ്ങനെ എഴുതും, ഗുഡ്, വെരി ഗുഡ്. പിന്നെ ചിലതാണെങ്കിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഡിജിറ്റൊക്കെ ആണെങ്കിൽ സിംഗിൾ ഡിജിറ്റും അതിൻ്റെ അപ്പുറത്ത് 2 ചിറകും ഒക്കെ ഉള്ളത് നിങ്ങൾ കണ്ടു കാണും, നിങ്ങളുടെയൊക്കെ പേപ്പേഴ്സൊക്കെ കാണുമ്പോൾ അല്ലേ. അതുപോലെ നമുക്ക് കിട്ടിയ പേപ്പറിന് നമ്മുടെ സ്റ്റേറ്റസ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ചൊവ്വാഴ്ച നമുക്ക് കിട്ടിയ സ്റ്റേറ്റസ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. മനസ്സിലായോ? ഇതായിരുന്നു ചൊവ്വാഴ്ച നമ്മളോട് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ കേട്ടൊരു വചനമായിരുന്നു, പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല. അപ്പം ദാവീദിൻ്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തെയും രാജാവെന്നുള്ള നിലയിലും ദൈവം എന്നുള്ള നിലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളും കർത്താവിനെ ആ നിലയിൽ മഹത്വപ്പെടുത്തുന്നവരാണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നു. ആ ക്ലെയിം ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ടോ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും യെസ് എക്സലൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണോ കിട്ടുന്നത്, അതോ പൂർണ്ണമായിട്ട് കണ്ടില്ല എന്നുള്ളൊരു എക്സ്പ്രഷനാണോ? ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. സർദീസിലെ സഭയുടെ ഒരു ദൂതിന് എഴുതിയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വായിച്ചത്. സർദീസിലെ സഭയുടെ ആ ചർച്ചിൻ്റെ കുറവ് എന്തായിരുന്നു? എന്ത് പാപമായിരുന്നു അവർക്കുണ്ടായിരുന്നു? വേഗം പറയണം. സർദീസിൻ്റെ സഭയിലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വേഗം വായിച്ചിട്ട് പറഞ്ഞാൽ മതി. 3-ാം അധ്യായം ഫസ്റ്റ് ആ പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. എന്തായിരുന്നു അവരുടെ കുറവ്? അപ്പം അതിന് മേളിൽ പറയുന്ന കുറവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ വ്യഭിചാരം ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഗ്രഹാർപ്പിതം തിന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. സർദീസിലെ സഭയുടെ പ്രശ്നം എന്തായിരുന്നു? മരിച്ചത് കുറവല്ലല്ലോ, മരിച്ചത് ഒരു സ്റ്റേറ്റസ് ആണ്. അതൊക്കെ സ്റ്റേറ്റസ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കുറവല്ലല്ലോ, ആ വ്യക്തിയുടെ സ്റ്റേറ്റസ് ആണ്. മരിച്ചു, അത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ ചോദിച്ച വാട്ട് ഈസ് ദെയർ സിൻ? കണ്ടില്ല, അതും സ്റ്റേറ്റസ് ആണ്, അത് ആക്ഷനാണ്. വാട്ട് ഈസ് ദിസ്? അതിന് തൊട്ട് മേളത്തെ സഭകളെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇഫ് യു റീഡ് ദ പ്രീവിയസ് ചേർച്ചസ് യു സീ ദേ സേ യു ഹാവ് ബീൻ ഐഡോലേറ്റേഴ്സ്, യു ഹാവ് ബീൻ സിന്നിങ് വിത്ത് അഡൾട്ടറി, ഇതൊക്കെ അവർ പറയുന്നുണ്ട് അല്ലേ. ബട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദ ചേർച്ച് ഓഫ് സർദീസ്? ഹാവ് യു സീൻ എനി സിൻ ദേർ? Is it written anything? ക്രിയകൾ? Yes, tell me, what is it? Deeds unfinished. See, അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പാപത്തെ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ തപ്പണ്ട, സ്പെസിഫിക് ആയിട്ടൊരു പാപത്തെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ the status of each of the service or things what you're doing for God is not complete. Work incomplete. മനസ്സിലായോ? അവരുടെ കുഴപ്പം എന്തായിരുന്നു? അവരുടെ പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾ വിഗ്രഹാർപ്പിതം കഴിച്ചു. തൊട്ട് മേളിലോട്ടൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾ വിഗ്രഹാർപ്പിതം കഴിച്ചു, നിങ്ങൾ വ്യഭിചാരികളാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഇന്ന പാപം ചെയ്തു ഇന്നത് പറയുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ പറഞ്ഞ വാക്യം ഉണർന്നുകൊള്ളുക നിങ്ങളുടെ കണ്ടീഷൻ, നിങ്ങളുടെ സ്റ്റേറ്റസ് എന്താണ്? കമ്മിങ് ടു ദ ചേർച്ച് ബട്ട് ഓൾമോസ്റ്റ് ഡെഡ്, നോ ലൈഫ്. ചർച്ച് വന്നു, പ്രാർത്ഥിച്ചു, പക്ഷെങ്കിൽ വന്നതിനും പ്രയോജനമില്ല, പ്രാർത്ഥിച്ചതിനും പ്രയോജനമില്ല, ഒരു എഫക്റ്റും ഇല്ലാതായിട്ടുള്ളൊരു കാര്യം. എക്സാക്ട്ലി ദാറ്റ് വാസ് എ സിറ്റുവേഷൻ. ദാറ്റ് വാസ് എക്സാക്ട്ലി ദ പ്രോബ്ലം. അവിടെ അല്ലാതെ ഒരു പ്രത്യേകമായ ഒരു സ്പെസിഫിക് കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. നിങ്ങളെടുത്ത് വായിച്ച് നോക്കിയോ, അന്നേരം അവിടെ പറയുന്നില്ല. പക്ഷേ അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണലി അവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചൊക്കെയാണ്. പക്ഷേ
ഇൻ റിയാലിറ്റി ഇൻ ദ കോർ ഓഫ് ഇറ്റ് ഇസ് ഡെഡ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്റ്റേറ്റസ് കിട്ടി, നമ്മുടെ പ്രോഗ്രസ് കാർഡ് കിട്ടി, അതിനകത്ത് പറയാം. പക്ഷെ മിഡ് ടേം ആണ്, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ഫൈനൽ പേപ്പർ അല്ല ഇത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും മാനസാന്തരത്തിന് നമുക്ക് അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്ന താഴോട്ട്, മാനസാന്തരപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ പേര് ആ സഭയോട് എന്താ പറയുന്നത്? 3-ാമത്തെ അധ്യായത്തിൽ ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് 5-ാമത്തെ വാക്യം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. അപ്പം കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ എന്താണ്? ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. അപ്പം ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. അപ്പം എൻ്റെ ഹൃദയത്തോട് വന്ന കർത്താവ് ഓർപ്പിച്ച ഒരു കാര്യം, ഇതിന് പാരലായിട്ട് തന്നെ ഉള്ളൊരു സിറ്റുവേഷൻ, നമ്മളീ പറയുന്ന ഈ ഒരു പട്ടിക കാര്യം നമുക്ക് മാത്രമല്ല, എക്കാലത്തും ചർച്ചസിനുണ്ടായ ഒരു പ്രോബ്ലമാണിത്. കാരണം ആദ്യകാലത്തെ ആ ഒരു ഇനിഷ്യലായിട്ടുള്ളൊരു ഫയർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഇറ്റ് ബിക്കംസ് ഓൾ എ റൊട്ടീൻ. ചർച്ചിൽ വരുന്ന എല്ലാം ഒരു റൊട്ടീനാവും, എല്ലാ കാര്യങ്ങളും റൊട്ടീനാവും. മലാക്കി എന്ന് പറഞ്ഞൊരു ഒടുവിലത്തെ പ്രവാചക പുസ്തകമുണ്ട്. മലാക്കി പ്രവചന പുസ്തകം ആരാ എഴുതിയേ? മലാക്കിയാണോ എഴുതിയേ? മലാക്കി പ്രവചന പുസ്തകം ആരാ എഴുതിയേ? മിക്കവാറും 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണണമല്ലോ അല്ലേ? വേഗം പറഞ്ഞേ, സമയമില്ല. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരാ എഴുതിയേ? മലാക്കി എന്നുള്ളത് പേരല്ല, ഇറ്റ് മീൻസ് മെസ്സഞ്ചർ, ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ലൈക്ക് എ ഡോക്ടർ റിട്ടൺ എ പ്രിസ്ക്രിപ്ഷൻ. വിച്ച് ഡോക്ടേഴ്സ് നെയിം ഈസ് നോട്ട് റിട്ടൺ. യു ഗോട്ട് ഇറ്റ്? നമുക്ക് പലപ്പോഴും തെറ്റുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കാരണം മലാക്കി എന്ന് പറഞ്ഞത് പേരല്ല, ഇറ്റ്സ് എ messenger. It's all it means. So there is one messenger, an unknown messenger, and the last time he is telling this is the condition of them. ഈ യെരുശലേമിലെ അവരുടെ കണ്ടീഷനെ കുറിച്ചാണ് അവരോട് പറയുന്നത്. അതേപോലെ നമ്മളോടും ദൈവത്തിൻ്റെ വചനം പറയുന്ന ചില വാക്കുകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഓൺലി റിട്ടൺ അബൌട്ട് ദം. നമുക്ക് ചിന്തിക്കാം. നമ്മൾ പറയുന്നത് 1-ാം അധ്യായത്തിനോ 2-ാമത്തെ വാക്യം വായിച്ചിട്ട് വേഴ്സ് 2, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, യഹോവ പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ അവരെന്ത് പറയുന്നു? എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇന്ന് പകല് നമ്മളോട്, യു തിങ്ക് ദാറ്റ് ഗോഡ് ഇസ് റിയലി ലവിങ് യു? Is God is really loving you? Dear brothers and sisters, in the relationship, if the love is gone, everything is gone. Christian life is all about love with God, isn't it? നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു. സ്നേഹം പോയെങ്കിൽ പിന്നെ അതെല്ലാം ഒരു റൊട്ടീനായില്ലേ? പിന്നെ അതൊരു ചടങ്ങായില്ലേ? പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? വരണമല്ലോ, പോകണമല്ലോ, ചെയ്യണമല്ലോ, കൊടുക്കണമല്ലോ ആയില്ലേ? എന്നാൽ സ്നേഹത്തിലാണെങ്കിലോ ഈ നിയമങ്ങളൊന്നുമില്ല. അവർ ചോദിക്കുകയാണ്, are you loving us? നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഫസ്റ്റ് ചോദ്യമാണ് കർത്താവിൻ്റെ ചോദിച്ചത്. ഈസ് I have loved you, says the Lord, yet you say, in what way have you loved us? കർത്താവ് ചില ജസ്റ്റിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്, അതൊന്നും വായിക്കാൻ ഇപ്പം നേരെയില്ല. So now here what we have is, ഇവിടെ പറയുന്നൊരു കാര്യം എന്നാണെന്നറിയാമോ? ഈസ് നമ്മൾ പറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നില്ല. പലരുടെയും പ്രയറുകളൊക്കെ വലിയ സന്തോഷമില്ലാത്തതൊക്കെ ആയിത്തീർന്നതിൻ്റെ കാരണം ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട് പോയതുകൊണ്ട് എന്താ പറ്റിയെന്നറിയാമോ? കർത്താവ് പറയേണ്ട വന്നു, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. മീറ്റിങ്ങിന് വരുന്നുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ആ പണ്ട് വെളുപ്പാങ്കാലത്താണേലും തണുപ്പത്താണേലും രാവിലെ എഴുന്നേറ്റ് എൻ്റെ കർത്താവിൻ്റെ അടുക്ക്, കർത്താവെ എന്തുകൊണ്ട് സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു, നല്ല ഉറക്കം കഴിഞ്ഞു, ദൈവം കാത്തല്ലോ, പരിപാലിച്ചല്ലോ, കർത്താവെ താങ്ക് യു. യുനോ, David used to say, Lord my God and my King.
ഹീസ് എ കിങ് ഹിംസെൽഫ്. എല്ലാം തന്നിട്ടുണ്ട്, ജീവിതത്തിലെല്ലാം ഉണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും എൻ്റെ മേളിലൊരു രാജാവുണ്ട്, ഐ എം അക്കൗണ്ടബിൾ ടു ഹിം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ പറയാം. പക്ഷെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട്, അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് യുവർ ഐസ് ഷാൽ സീ. 5-ാമത്തെ വാക്യം, വേഴ്സ് 5. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിന്റെ അതിരിന് അപ്പുറത്തോളവും വലിയവൻ എന്ന് പറയുകയും ചെയ്യും. ആര് പറയും? ജാതികൾ. യു ഐ ഷാൽ സീ and you shall say the Lord is magnified beyond the borders of Israel. They will say God is good, but you have not really seen the goodness of God. The love of the Lord is not there. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഒരു റൊട്ടീനായി തീർന്നു കഴിയുമ്പോൾ, പ്രയർ ഒരു റൊട്ടീനായി തീരുമ്പോൾ, ദൈവവചനം വായിക്കുന്ന ഒരു റൊട്ടീനായി തീരുമ്പോൾ, മീറ്റിങ്ങിന് വരുന്ന ഒരു റൊട്ടീനായി തീരുമ്പോൾ, I'll tell you something. There's something is gone. That is love for the Lord. ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് ഹിയർ ഇറ്റ് ഇസ്. ആൻഡ് നൗ in verse 6, 6-ാമത്തെ വാക്യം. മകൻ അപ്പനെയും ദാസന് യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നാളെ ഇവിടുത്തെ രാജാവ് വരികയാണെന്ന് ഇരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നാളെ ഇവിടുത്തെ രാജാവ് വരികയാണെന്ന് ഇരിക്കട്ടെ. വരുന്നില്ല, പക്ഷെ വരികയാണെന്ന് ഇരിക്കട്ടെ. വാട്ട് വുഡ് ബി ദ പ്രിപ്പറേഷൻ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കും ഒരു പ്രിപ്പറേഷൻ? എന്തായിരിക്കും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ, അല്ലേ? നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം കുറവുകളായിരിക്കും, അല്ലേ? ഓ, നിങ്ങളുടെ പാത്രം ശരിയല്ല, നിങ്ങളുടെ ഉടുപ്പ് ശരിയല്ല, നിങ്ങളുടെ സെറ്റ് ശരിയല്ല, നിങ്ങളുടെ വീട് ശരിയല്ല, ഒന്നും ശരിയല്ല. യു വാണ്ട് ടു ചേഞ്ച് എവറിത്തിങ് ആൻഡ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് ലൈക്ക് എ പാലസ്. ആൻഡ് ദെൻ രാജാവ് 9 മണിക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 1:30 വരുവാണെങ്കിൽ, നമ്മൾ 1:35 വരും. എങ്ങനെ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മീറ്റിംഗ് തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞു. അപ്പോൾ see, that shows how much you honor your God. കർത്താവല്ലേനെ. He understands traffic signal is there, right? Everything. God is a good God. He understands. He is merciful. The Lord asks this question. ഞാൻ എന്നോടുള്ള നിങ്ങൾ, my son honors his father, a servant his master. If then I am the father, where is my honor? If I am your master, where is my reverence? Says the Lord God. To the priest who despise my name, you say, in what way have we despised your name? And then he goes on to the offerings, and he goes on to the altar. പ്രാർത്ഥനയിൽ ആലയത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ദിവസേന നമ്മുടെയൊക്കെ കുറവുള്ള ദിവസേന നമുക്ക് ഏറ്റു പറയണ്ടേ? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉറങ്ങിയോണ്ടൊന്നും യൂത്തിക്കോസ് വീണു, മരിച്ചു, കർത്താവ് സൗഖ്യമാക്കി, പിന്നെയും മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. അത് തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല. യു ആർ വെരി ടയർഡ്, ദാറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് വെൻ ദർ ഇസ് നോ ടൈം ഇൻ യുവർ ഡേ, ഒരു ദിവസത്തിൽ ഒരു സമയം പോലും ഇല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവിനോട് സംസാരിക്കുവാൻ എന്ന് പറയുമ്പോൾ, ദർ ഇസ് സംതിങ് റോങ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദാറ്റ്സ് വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട്. ആൻഡ് ഇൻ ദ ഓൾട്ടർ, സാറിന് ഓർപ്പിച്ചതുപോലെ, ദർ ഇസ് നോ കോസ്റ്റ്. ഈ ഓൾട്ടറിൽ എന്തെങ്കിലും വെക്കുമ്പം അവിടെ കത്തുന്നതിനകത്ത് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ. ഒരു വിലയും ഇല്ല. ദർ ഇസ് സീറോ പെയിൻ. കർത്താവേ, ഇന്ന് എൻ്റെ കൊച്ചുങ്ങളെയും എൻ്റെ വണ്ടിയെയും എൻ്റെ എല്ലാത്തിനെയും ദൈവം തമ്പുരാൻ കാത്തോണം. അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു 10 രൂപയൊക്കെ നിനക്ക് തരാം. എന്താ ഇങ്ങനത്തെ ഒരു ബന്ധമാണോ നമ്മളും കർത്താവുമായിട്ടുള്ളത്? അതോ ഓൾട്ടറിനകത്ത് നമ്മളെ തന്നെ യാഗപീഠത്തിൽ വെച്ചിട്ട്, സകലതും യാഗപീഠത്തിൽ വെച്ചിട്ട്, കർത്താവെ ഞാൻ നിൻ്റേതാ. That's what the David says. He's an Old Testament person, but he says, you are my God, you are my King, and I am fully for you. Praise the Lord. This is an Old Testament saints in the statement ആണ്. അത് പുതിയ നിയമ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം റെസൊനേറ്റ് ചെയ്യണം.
അവിടെ പറയാണ് യെസ്. ആൻഡ് ദെൻ വേഴ്സ് 8-ാമത്തെ വാക്യം വേഗം വായിച്ചാട്ടെ. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പിള്ളേരെയൊക്കെ പിടിച്ച് സൺഡേ സ്കൂളിൽ വഴക്ക് പറഞ്ഞു എനിക്കും വിഷമം തോന്നി. പക്ഷേ പറഞ്ഞിത്രേ ഉള്ളൂ, നിങ്ങൾ സൺഡേ സ്കൂളിൽ വാക്യം എന്ന് പറയുമ്പം ഡോണ്ട് ടേക്ക് ഇറ്റ് കാഷ്വൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ സൺഡേ അല്ലെങ്കിൽ മൺഡേ പരീക്ഷയാണെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇരുന്ന് പഠിപ്പിക്കാൻ കുഞ്ഞെ പഠിച്ചോ, റിവൈസ് ചെയ്തോ, നോട്ടൊക്കെ നോക്കിയോ, ഈ ഫോർമുല ഓർക്കുന്നുണ്ടോ? ഒരു വാക്യം, ആ വാക്യത്തിന് ഒരു ചെറിയ വാക്യം, ആ വാക്യവും ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ ആരെയാണ് നിങ്ങൾ കളിയാക്കുന്നത്? ആരെയാ കളിയാക്കുന്നത്? You are concerned about your science and physics and chemistry and math, but you are not concerned about God. And He said God must bless you. You understand me? And he said, did we not say the verse? Yes, you said the verse. Yes. ആർക്ക് വേണ്ടി? അതാ ഞാൻ പറഞ്ഞത്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഹൃദയമുണ്ടോ? ഇല്ല. ഓരോ പാട്ടുകളും നമ്മുടെ മീറ്റിങ്ങുകളിൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങാണ്ടും കിടക്കുന്ന പാട്ട് നമ്മൾ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കറക്കി നോക്കി എടുക്കുന്ന പാട്ടുകളായിരിക്കരുത്. മറിച്ച് എന്നായിരിക്കണം എന്നറിയാം, കർത്താവേ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണം. എവ്രിബഡി ദൈവസന്നിധിയിൽ ഓരോ ശുശ്രൂഷക്കാരാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിങ് അവർ കിഡ്സ് ഹു ആർ ഓപ്പറേറ്റിംഗ് എവറിത്തിങ്. ദേ ആർ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ശമൂവേൽ ബാലൻ ചെറുപ്പത്തിൽ തൊട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷക്കാരനായിട്ട് നിന്നെങ്കിൽ അവൻ അന്നത്തെ ജോലി ഇതായിരുന്നു. ചിലപ്പം ജനലൊക്കെ തുറന്നിടുക, തിരിയൊക്കെ നന്നായിട്ട് വെക്കുക, എണ്ണയൊക്കെ ഒഴിക്കുക, ഇതൊക്കെ പാത്രമൊക്കെ കഴുകുക, ഇതൊക്കെയുള്ളായിരുന്നായിരിക്കും ജോലി. തുടയ്ക്കുക, ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ എന്താ? അതൊക്കെ വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ട് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുവാൻ എഴുന്നേൽപ്പിച്ചത് ശമൂവേൽ ബാലനെയാണ്. ഹല്ലേലൂയ. Dear brothers and sisters, God looks at your faithfulness when the small things is given to you. Hallelujah. And even the small thing God has given me, and I will go and do it. For whom? Not for the elders. It is because you are doing it unto God. ദൈവത്തിനൊന്നോണം ചെയ്യുന്നത്. ബട്ട് യു ഓൾവേസ് സേ, ലോർഡ് യു ആർ നോട്ട് ഹിയറിങ് മൈ പ്രെയർ. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടായി പിള്ളേരെ ഇപ്പം ഇത്രയും വഴക്ക് പറയുന്നത്. ബിക്കോസ് വി സേ ദാറ്റ് go and do that in your class, go and do it in the midst of the assembly, in your school. You will know what will happen. You'll know what will happen. But it's okay in the church, is it? It is not. Then now you have to be serious. You have to be serious. So now here we says, and now verse 9, but now earnest entreat God's favor that may be in ഒമ്പതാമത്തെ വാക്യം. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം verse 10. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എപ്പോഴും വളരെ കാര്യമായിട്ട് ദൈവത്തിൻ്റെ സഭയിൽ നമുക്ക്, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനെ ദൈവം തന്നിട്ടുള്ളെങ്കിലും ആ ഫംഗ്ഷൻ മുഴു ഹൃദയത്തോടുകൂടെ മുഴു സ്നേഹത്തോടുകൂടെ ചെയ്യുവാനായിട്ട് നമ്മൾ മനസ്സ് വെക്കുന്നൊരു കാര്യത്തെക്കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ആൻഡ് ചാപ്റ്റർ 2 ഈസ് ഓൾ അബൌട്ട് പ്രീസ്റ്റ്. ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ദോസ് ഹു ആർ സെർവിങ് ദ ലോർഡ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ വാക്യങ്ങളും വായിച്ചു വന്ന നേരമില്ല. പക്ഷേ രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ വാക്യം verse 2. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതേ, നിങ്ങൾ മനസ്സ് വെക്കായ്ക കൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കുന്നു. മനസ്സ് വെക്കാതിരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവരെ ഓ പ്രീസ്റ്റ് ഓഫ് ദിസ് കമാൻഡ്മെന്റ്സ് ഈസ് ഫോർ യു, ദാറ്റ് ഇഫ് യു വിൽ നോട്ട് ഹിയർ ആൻഡ് ഇഫ് യു വിൽ നോട്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. നമ്മൾ പ്രവാചകന്മാരാണ്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇവരെല്ലാവരെ സംബന്ധിച്ചിടത്തോളം എൻ എക്സ്ട്രാ ബേർഡൻ ഈസ് ദിസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ
കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ട വലിയൊരാവശ്യം, റൈറ്റ്? ദൈവത്തോട് ചോദിക്കേണ്ട വലിയൊരാവശ്യം. ആൻഡ് ഐ മസ്റ്റ് ബി ആസ്കിങ് അവർ ലോർഡ്സ് ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു മീ എന്നുള്ള വലിയൊരാവശ്യം, റൈറ്റ്? എന്നാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് നമ്മളത് ചെയ്യേണ്ട കാര്യം? 2:7 പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വഴികളും കൽപ്പനകളും ആയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പുരോഹിതൻ എന്നുള്ളൊരു, നമ്മളെല്ലാവരും പുരോഹിതന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സോർട്ട് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചർച്ചിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ, ഞാൻ പറയാം, വെൻ ഐ സ്പീക്ക്, ഹൂവർ ഇസ് എ വൺ ഹു സ്പീക്ക്, യു മസ്റ്റ് സ്പീക്ക് ഇൻ പ്രോഫറ്റിക് അട്ടറൻസ്. ആൻഡ് ദെൻ വൺ ദ ഫസ്റ്റ് പേഴ്സൺ സ്പീക്സ്, ഫോളോയിങ് പേഴ്സൺ, രണ്ടാമതും മൂന്നാമതും വരുന്ന ആൾക്കാർ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നിങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങളുടെ ബൈബിൾ നോളജ് അല്ല പറയേണ്ടത്. If you are a prophetic word, you have a prophetic word, come and speak, Karthav. And in line with conforming the first prophet. Isn't that what the Lord said? പൊസന പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ അതല്ലേ പറഞ്ഞ്, ഫസ്റ്റ് പ്രോഫറ്റ് പ്രൊഫസർ ചെയ്യുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. രണ്ടാമത്തെ ആൾ പ്രവചനാത്മാവിലെ സംസാരിക്കേണ്ടേ, മൂന്നാമത്തെ ആൾ പ്രവചനാത്മ. ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരേ പരിശുദ്ധാത്മാവിലാണെങ്കിൽ ദ മെസ്സേജ് വിൽ കോയിൻസൈഡ്. കറക്റ്റോ? റൈറ്റ്? കാരണം ഒരേ ആത്മാവല്ലേ സംസാരിക്കുന്നത്. ആൻഡ് ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യണം? വിവേചിക്കണം. ഈ പറയുന്നതൊക്കെ ശരിയോ തെറ്റോ, എന്താണ് ഈ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് എന്തിനാ അപ്പാടെ വിഴുങ്ങല്? പുസ്തകത്തിനകത്തുണ്ടോ ഈ കാര്യങ്ങൾ? ദൈവവചന പ്രകാരമാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ ഈ സംസാരിക്കുന്നത്? ഏതാത്മാവിനാണ്? ഇതെല്ലാം ഞാൻ വിവേചിക്കേണ്ട വലിയ ആവശ്യം എനിക്കുണ്ട്. അപ്പം ഈ ഒരു ദൗത്യം കൊണ്ട് വേണം പുരോഹിതന്മാരെ കുറിച്ച് അന്ന് അവരോട് പറഞ്ഞിരിക്കുന്ന അതേപോലെ നമ്മൾ ഓരോരുത്തരോടും ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സാധാരണ ജനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം, ഐ ഡോണ്ട് നോ എനിത്തിങ് ടു പ്രീച്ച്. സോ ലോർഡ്, ഇഫ് അൺലെസ് യു ഗീവ് മീ സംതിങ് ഐ കാനോട്ട് പ്രീച്ച്. ഇറ്റ് ഇസ് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് വിളമ്പാൻ അറിവില്ലാത്തത് കൊണ്ടല്ല. ദാറ്റ് വിൽ നോട്ട് ബി ഫ്രഷ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദൈവം നമ്മളെക്കുറിച്ച്, നിങ്ങളുടെ വീട്ടിലൊരാൾ വന്നിരിക്കുമ്പോൾ ആ ആളുടെ അടുക്കൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് 2-3 ദിവസം പഴയ ഒരു ഭക്ഷണം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അത് പ്രസൻറ്റ് ചെയ്യാൻ? അതുപോലെ ദൈവസന്നിധിയിൽ എന്നും, കാരണം എന്നും ഫ്രഷായിട്ട് സംസാരിക്കുന്ന 24/7 ഓണാണ് ആ റേഡിയോ സ്റ്റേഷൻ. അതൊരിക്കലും ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല. ഏത് മഴയത്തും തണുപ്പത്തും ഏത് ചൂടുള്ള കാലത്തും ആ റേഡിയോ സ്റ്റേഷൻ is continuously on. If you are faithful and ask the Lord, Lord, can you please talk to me? And the Lord will speak. Amen. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പഴയതൊക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നാലേ തമ്പുരാൻ എന്തോ പറയണം. ഇടയ്ക്കൊക്കെ നമ്മൾ അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, സാരമില്ല, കർത്താവ് ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ God is calling us now again. Wake up. And then goes on to the verse 10. 10ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? എന്താണ് അന്യോന്യം ദ്രോഹം ചെയ്യാൻ? എന്താണ് ദ്രോഹത്തെ ഇനി അടുത്ത് പറഞ്ഞു വരുന്നറിയാമോ? ഈ സഹോദരന്മാരുടെയൊക്കെ അവരുടെ കണ്ണുകൾ ഇപ്പോൾ വേറെ ഭാര്യമാരെയാ താല്പര്യം. Foreign wives. The holy institution which the Lord has taken care of. Now let's read that verse 11. വേഗം വായിക്കണേ പ്ലീസ്. യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രായേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഹോളി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദ മാരേജ്. ആ മാരേജ് ദൈവം വിശുദ്ധമായി കണ്ടതിനെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അശുദ്ധമാക്കിയിരിക്കുന്നു. എങ്ങനെ അശുദ്ധമാക്കിയത്? ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് ചെന്ന് ചാടി എന്നതിൻ്റെ അർത്ഥം. സോ എത്രമാത്രം നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സൂക്ഷിക്കേണ്ട
വലിയ ആവശ്യം ദൈവമക്കളെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇവിടെ അത്രയും റെലവൻ്റ് ആയിരിക്കത്തില്ലായിരിക്കാം. തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ യൗവനത്തിലെ ഭാര്യയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? സന്തോഷമുണ്ടാകണം. അല്ലാതെ വേറെ ആ വ്യക്തികളിലായിരിക്കത്തില്ല നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞിട്ട് വേഴ്സ് 17, 17-ാമത്തെ വാക്യം, വേഴ്സ് 17. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. പലപ്പോഴും ദൈവത്തെ തിരിച്ച് ചോദ്യം ചെയ്യുന്നു. വേർ ഈസ് ദിസ് ഗോഡ് ഓഫ് ജസ്റ്റിസ്? വേർ ഈസ് ദിസ് ഗോഡ് ഹു ആൻസേഴ്സ് പ്രേയർ? ദിസ് ഇസ് പോയിന്റ്ലെസ് ടു സെർവ് ദിസ് ഗോഡ്. ഈ ദൈവത്തെ പിൻപറ്റുന്നത് യാതൊരു രീതിയിലും പ്രയോജനമില്ല എന്ന് പറയുന്ന പല തരത്തിലുള്ള നമ്മളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളുമൊക്കെ ഇതേ ഒരു ടോണിലൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും. കർത്താവിനോടൊന്നും പ്രാർത്ഥിച്ചൊരു പ്രയോജനമൊന്നും ഇല്ലെന്നേ. ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പം. എന്നിട്ട് 3-ാം അധ്യായത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യം ഇതാണ്. There is going to be a messenger who is going to come that is none other than the John the Baptist. And then he is talking about Jesus coming. And that person, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേഴ്സ് 3, 3-ാമത്തെ വാക്യം. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. വെള്ളി പോലെയും പൊന്നുപോലെയും ശുദ്ധീകരിക്കുന്ന അതുപോലെ ശുദ്ധിയുള്ള ഒരു വ്യക്തികളായിത്തീർന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, വേഴ്സ് 7. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ മിഡ്-ടേം ഞാൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ ദൈവം ആ കാര്യങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം നമ്മളെ ആരെങ്കിലും കണ്ടം ചെയ്യാനായിട്ടോ ഇനി ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നോ ഒന്നൊന്നുമല്ല. ഇവിടെ പറയുന്നത് റിട്ടേൺ ടു മീ ആൻഡ് ഐ വിൽ റിട്ടേൺ ടു യു. നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാം എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ വേഴ്സ് 8, 8-ാമത്തെ വാക്യം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. കർത്താവ് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല സമയത്തും സഹോദരങ്ങളൊക്കെ ചിലപ്പോൾ എന്നോട് പെട്ടിയൊക്കെ തുറന്നിട്ട് എന്നോട് ഇങ്ങനെ നോക്കാറുണ്ട്. ഇത് കാലിയാണല്ലോ ബ്രദറെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങളുടെ ആരുടെയും ശമ്പളം കിട്ടായിരുന്നിട്ടുണ്ടോ? ഒറ്റ ചോദ്യമുള്ളൂ എനിക്ക് ചോദിക്കാൻ. ആൻഡ് ഇഫ് ഗോഡ് ഹാസ് ഗിവൻ യു ദ സാലറി, വൈ യു ഹാവ് നോട്ട് ഗിവൻ ദാറ്റ് പോർഷൻ വിച്ച് ഇസ് സപ്പോസ് ടു ബി ഫോർ ഗോഡ് ബാക്ക്? ആരാണ് പിടിച്ചു വെച്ചത്? നിങ്ങളോ ദൈവമോ? അവിടെ പറയുന്നത് വിൽ യു റോബ് ഗോഡ്? നിങ്ങൾ ദൈവത്തെ, പൈസയുടെ വാക്യം, വിൽ എ മാൻ റോബ് ഗോഡ്? 8-ാമത്തെ വാക്യം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അല്ല ഇംഗ്ലീഷ്. വിൽ എ മാൻ റോബ് ഗോഡ്? ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നീ പോക്കറ്റ് അടിക്കുമോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് എടുക്കുമോ? ടൈത്ത് ഒരു പക്ഷേ നമ്മൾ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നില്ലെങ്കിലും മൊത്തമായ ഹൃദയത്തിൽ സന്തോഷത്തോടെ കൊടുക്കണമെന്നാണ് പുതിയ നിയമത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ, പക്ഷേ സന്തോഷത്തോടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പിടുത്തം അല്ലേ, എന്തേ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കാത്തേ? അപ്പം നമുക്ക് ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കണ്ടേ? ചിലർക്ക് ചോദിക്കും നമ്മൾ കൊടുക്കുമോനെ? നോ നീഡ് ഓഫ് എനി പ്രഷർ. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ പറയുന്നത് ടൈത്ത് ആൻഡ് ഓഫറിങ്. ടൈത്ത് ഈസ് വാട്ട് യു ആർ സപ്പോസ് ടു ഗിവ്. ഓഫറിങ് ഈസ് വാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ മേളിൽ കൊടുക്കുന്ന കാര്യമാണ് ഓഫറിങ് എന്ന് പറയുന്നത്. അപ്പം അത് പഴയ നിയമത്തിലെ സിദ്ധാന്തമാണെങ്കിൽ പോലും പുതിയ നിയമത്തിൽ സന്തോഷത്തോടെ നിങ്ങൾ എത്ര കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നവരാണോ? അല്ലേ കൊടുത്തില്ലെങ്കിൽ അവൻ എൻ്റെ സാലറി പിടിച്ചു വെച്ചാലോ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അവിടെ സ്നേഹമില്ല. ഉണ്ടോ? അവിടെ സ്നേഹമില്ല. സ്നേഹത്തിൽ സന്തോഷത്തോടെ ദൈവത്തിന് കൊടുക്കാനായിട്ട് മനസ്സ് വെക്കുക. 2 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വേഗം വായിച്ച്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അല്ല 12-ാമത്തെ വാക്യം.
Verse 12. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എല്ലാം കടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണമെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഓൾവേസ് ഐ ടെൽ യു വൺ തിങ്, ദിസ് ഇസ് മൈ ടെസ്റ്റിമണി. യു സ്റ്റാർട്ട് ഗിവിങ് ഇറ്റ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്തു തുടങ്ങുക, നിങ്ങൾക്ക് കുറവുണ്ടാകുകയില്ല. വെതവേട് പറഞ്ഞു, ആദ്യം പോയി എനിക്കൊരു അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എൻ്റെ പ്രവാചക, ഇത് ഞങ്ങൾ കഴിച്ചിട്ട് ഞാനും മോനോട് ചാകാനിരിക്കുക, അപ്പം അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ ഇല്ല, നീ ആദ്യം പോയി എനിക്കൊരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ. കലത്തിലെ മാവ് ലേശം കുറയുകയില്ല എന്നുള്ള പാട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കലത്തിലെ മാവ് ലേശം കുറഞ്ഞിട്ടില്ല, കുറയേയില്ല. ഹല്ലേലൂയ. ദൈവം പരീക്ഷിച്ച് നോക്കുക. ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. മലാക്കി പ്രവാചകനോട് പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് എനിക്ക് എല്ലാ വാക്യങ്ങളും എടുക്കാൻ സമയമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നു ഗോഡ് വിൽ ബ്ലസ് യു. അപ്പോൾ നമ്മുടെ ഫൈനാൻസ് നോക്കുമ്പോൾ അറിയാം നമ്മളീ പറയുന്ന സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഓരോ ഇൻഡിക്കേഷൻസാണ്. നമ്മുടെ ഫൈനാൻസ് നമ്മൾ നോക്കുമ്പം എത്രമാത്രം ഉണ്ടെന്ന്. പിന്നെ പലരും പറയുന്ന ഒരു എക്സ്ക്യൂസാണ്, സമയമില്ല കേട്ടോ, തീരെ സമയമില്ല. പക്ഷേ ദേ ആർ പ്രിറ്റി മച്ച് അപ്ഡേറ്റഡ് ഓൺ എവറി ഇവൻറ്റ്സ്, ഈവൻ ഇൻ എ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? എല്ലാ ലെവലിലെയും ഇൻഫർമേഷൻസ് എല്ലാം പ്രിറ്റി മച്ച് അപ്ഡേറ്റഡ് ആൻഡ് യു ഹാവ് നോ ടൈം. ഐ ഓൺലി ആസ്ക്, where is your heart? Beautiful verse in Philippians chapter 2, chapter 3, മൂന്നാമത്തെ അധ്യായം. ഫിലിപ്പിയർക്ക് ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലെ വാക്യം, നാലാമത്തെ അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഈ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയും വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ട ഒരു വാക്യമാണ്. നമ്മൾ ഈ യൂട്യൂബിലും ഒക്കെ ഇത് ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കളയാൻ ഇതുപോലത്തെ വേറെ ഒരു ഇറ്റ്സ് എ നൈസ് പാസ് ടൈം. ജസ്റ്റ് കീപ്പ് ഓൺ ക്ലിക്കിങ് അല്ലേ? ഒന്ന് കഴിഞ്ഞു, അടുത്ത കഴിഞ്ഞു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ സമയം നോക്കുന്നുണ്ട്, മണിക്കൂറുകൾ പോയി കാണും അല്ലേ? ഐ തിങ്ക് യു ഓൾ അഗ്രി വിത്ത് ദാറ്റ്. That's because they are making the content interesting after interesting. They are aligning with your നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചൊക്കെ അതിൻ്റെ പിന്നെ ഒത്തിരി ഡൈനാമിക്സ് വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണത് അത്രയും അട്രാക്റ്റീവ് ആകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയമില്ലല്ലോ. ആ സമയമില്ലാത്ത സമയത്ത് നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ സന്നിധി വായിക്കാനും ഇരിക്കാനും ഒന്നും നേരമില്ല സാറാന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നു, ബട്ട് ഈസ് ഇറ്റ് ഫൈനലി ബ്രദറൻ, ഈസ് ഇറ്റ് ട്രൂ what I am seeing right now? Can you read that verse? 8ാമത്തെ വാക്യം വായിച്ചിട്ട് 8ാമത്തെ വാക്യം 4:8. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. You think of it this way. Is this true? Is this noble? Is this just? Is it pure? Is it really lovely? And is it a good report? Is there virtue in it? Is there anything praiseworthy? ഇത്രയൊക്കെ നമ്മൾ ഈ ഫിൽറ്ററിൽ കൂടെ കയറി വന്നു കഴിയുമ്പോൾ മിക്കവാറും ആ പ്രോഗ്രാം പിന്നെ ആ ഫിൽറ്റർ പാസ് ഔട്ട് ആകത്തില്ല അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ഇതൊന്നും കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം even I watch lot of times, I watch. But one thing I've lately realized, ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. So those who are saying that I have no time for reading God's word and praying or sitting with God, ഒക്കെ ആണെങ്കിലും think of this. How am I getting time for all the others? And am I really സിറ്റിംഗ് വിത്ത് ദിസ് വൺ? ദൈവജനമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഈ മലാക്കിയിലെ പ്രവചനങ്ങൾ, നിങ്ങൾ മലാക്കിക്ക് പാരലായിട്ട് നിങ്ങൾ അന്തിമ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ചില പാറ്റേൺ ഉണ്ട്.
പാറ്റേൺ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വസ്നേഹികളാകും. വിവാഹത്തിനെക്കുറിച്ചോ ഒന്നും താല്പര്യമില്ല. വിൽക്കുക, കൊടുക്കുക, വാങ്ങുക, ഇതൊക്കെയാണ് പ്രത്യേകിച്ചും താല്പര്യപ്പെടുന്നത്. ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം ദൈവസഭ നമ്മളെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം, നമ്മൾ ആദ്യകാലങ്ങളിൽ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ എങ്ങനെയായിരുന്നു. നമുക്ക് വ്യക്തിപരമായിട്ട് ആരും നമ്മളെ അതിന് വിധിക്കേണ്ട കാര്യമില്ല, അല്ലേ? നമ്മൾ കർത്താവിൻ്റെ കൂട്ടത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. ആൻഡ് ദെൻ മോർ ഓവർ, പാപത്തെക്കുറിച്ച് പറയുമ്പം പാപത്തെ വളരെ ലൈറ്റായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കോപിച്ചെങ്കിൽ അത് ചെറുതായിട്ട് എന്തോ അവൻ ആ പയ്യൻ അങ്ങനെ ചെയ്തോണ്ടല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെ ഇടപെട്ടുകൊണ്ടല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു. ദൈവപ്രകാരമുള്ള കോപം ഇറ്റ്സ് ഫൈൻ. പക്ഷേ ദൈവപ്രകാരമല്ലാത്ത കോപമാണെങ്കിൽ കോപത്തെ നമ്മൾ എന്ത് വിളിക്കണം? കോപവും തന്നെ വിളിക്കണം. പാപത്തെ പാപമെന്ന് തന്നെ വിളിച്ച് വേണം നമ്മൾ അടുത്ത് വരാൻ. പലപ്പോഴും ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പല പാപങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കാണുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പണം നമ്മുടെ പോക്കറ്റിലിരിക്കാൻ നമുക്ക് കർത്താവിന് കൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. വേണമെങ്കിൽ അതിന് പറയാം, ബ്രദറെ, ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓർ യു ക്യാൻ സിംപ്ലി കോൾ യു ആർ എ ലവർ ഓഫ് മണി. പണക്കൊതിയനാണ് എന്ന് ധൈര്യമായിട്ടങ്ങ് വിളിക്കണം. നമ്മൾ വേറെ ആരോടും പറയണം. നിങ്ങളും ദൈവവുമായിട്ട് മാത്രം, കർത്താവേ, ഞാനൊരു പണക്കൊതിയനാണ്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ നീ മേടിക്കാൻ ഇച്ചിരി പാട്ട് വിടും, അല്ലേ? ഞാനൊരു പണക്കൊതിയനാണ്, കർത്താവെ എന്നെ സഹായിക്കണം. നമ്മുടെ കണ്ണ് അതുവഴി എഴുതിയൊക്കെ പോകുമ്പോൾ, കർത്താവെ, ഇത് വ്യഭിചാരത്തിൻ്റെ ഒരു ആത്മാവാണ്, ഇത് ശരിയാവത്തില്ല, അല്ലേ? ആ പാപത്തെ പാപം. പക്ഷേ എക്സ്റ്റേണലി ഒരു പക്ഷെങ്കിൽ യു സീം ടു ബി ഹാവിങ് നോ പ്രോബ്ലം. അതാണ് ഈ പറയുന്ന സർദീസിൻ്റെ സഭയുടെ എഫക്റ്റ്. അതാണ് എക്സ്റ്റേണലി ദേ ഹാവ് എ നെയിം ദാറ്റ് ദേ ആർ അലൈവ് ബട്ട് ദേ ആർ ഡെഡ്. നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് ആ ഒരു നിലയിൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദൈവസന്നിധിയിലും ആത്മാർത്ഥമായ കർത്താവിനോട് പറയാനുണ്ട്, കർത്താവേ, ലോർഡ്, ഐ റിയലി വോണ്ട് ടു സീ ഇൻ വിച്ച് ഏരിയ ഇൻ മൈ ലൈഫ്. പർട്ടിക്കുലർലി ഞാൻ മലാക്കി ജസ്റ്റ് പാരലായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, നമുക്ക് എക്സ്ക്യൂസുകൾ ഒരുപാടുണ്ട്. ബ്രദറെ, ഞാൻ ഒത്തിരി ബിസിയാ, ഒക്കെ ശരിയാ, ഞാൻ സമ്മതിച്ചു. നമുക്ക് ഒത്തിരി കട്ടിപ്പണിയൊക്കെ ഒക്കെ ഞാൻ സമ്മതിച്ചു. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ എല്ലാ നടുവിലും ഒരു സ്നേഹമുണ്ടല്ലോ. അതിൻ്റെ എല്ലാ നടുവിലും കർത്താവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. ആദ്യം വായിച്ച വാക്യത്തിലൂടെ മടങ്ങിപ്പോകാം. ദാവീദിൻ്റെ ഹൃദയത്തിലെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദാവീദ് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാം. സാംസ് 145 verse 1. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. And you really wanted to say, Lord, you are my God and you are my King. കർത്താവേ, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ രാജാവാണ്. പ്രിയസഹോദരങ്ങളെ, നമ്മളെയൊക്കെയും രാജകീയ പദവികൾ തന്നാണ് നമ്മളെ നിർത്തിയേക്കുന്നത്. രാജകീയ പദവികൾ ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുമ്പം, എൻ്റെ കർത്താവേ, ഞങ്ങളല്ല രാജാവ്, അങ്ങ് തന്നെ രാജാവ്. രാജകീയ പദവികളൊക്കെ നിങ്ങൾക്ക് തന്നെന്നുള്ളത് ശരിയാണെങ്കിലും, എന്നാൽ ഇസ്രായേലിനോട് പറയുന്ന അടുത്ത 149 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ നമ്മൾ വായിച്ച, യു ആർ മൈ മേക്കർ. കർത്താവെ, നീ ഞങ്ങളെ ഉണ്ടാക്കിയവനാണ്. കർത്താവെ, നീ ഞങ്ങളെ രാജാവാണ്. ഹല്ലേലൂയ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് എല്ലാ സമയത്തും ജോയ്ഫുള്ളായിട്ട് പറയാനായിട്ട് നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം അതായിരിക്കും. അപ്പം ആകത്തുക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബി അലൈവ് ഇൻ ലവ് ഫോർ ദ ലോർഡ്. കർത്താവുമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹീ ഈസ് നോട്ട് ഹാപ്പി വെൻ ഹീ ഗേവ് മീ ആസ് എൻ ഓപ്പൺ റിപ്പോർട്ട് ടു മീ ആൻഡ് ഹീ സെഡ്, നിങ്ങൾക്ക് അത് പൂർണ്ണമായി കണ്ടില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസ് റിപ്പോർട്ട് ദൈവത്തിൻ്റെ വചനം തരുമ്പോൾ, ഞാൻ പറഞ്ഞു, നമ്മൾ പല ആവർത്തികൾ ഇത് കേൾക്കും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഐ വോണ്ട് ടു റിട്ടേൺ ആൻഡ് സോ ദാറ്റ് ഹീ വിൽ റിട്ടേൺ ടു മീ. അതാണ് മലാക്കി പ്രവചനത്തിൽ വായിച്ചത്, റിട്ടേൺ ടു മീ ദെൻ ഐ വിൽ റിട്ടേൺ ടു യു. യെസ്, നമ്മൾ 4-ാം അധ്യായത്തിൽ, മലാക്കി പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ഇത് കേൾക്കാത്തൊരു കൂട്ടരുണ്ടായിരിക്കാം, പക്ഷേ ഒരു കേൾക്കുന്ന ഒരു റെമനൻ്റുണ്ട്, ഒരു കൊച്ചൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൻ്റെ പേര്, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ യഹോഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അവൻ്റെ പുസ്തകങ്ങൾ ഇതൊക്കെ എഴുതി വെക്കും. ആ ഒരു കൊച്ചുകൂട്ടം സംസാരിക്കാൻ ദൈവം കേൾക്കും. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഇങ്ങോട്ട് പറയുന്നത്, ചുള പോലെ കത്തുന്നൊരു ദിവസം വരും. എന്നാൽ അതിൻ്റെ നടുക്കും എന്താ പറയുക, ദൈവത്തിൻ്റെ മക്കളെ രോഗോപശാന്തിയോടുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ, അത് ആർക്ക് വേണ്ടിയുള്ള ആ ഒരു റെമനൻ്റ് ഹു റിയലി വോണ്ട് ടു തിങ്ക് ഓഫ് ലോർഡ്.
who really want to come to the Lord. കർത്താവെ, I want to love you. ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് സംഭവിച്ചു, പക്ഷേ യു ആർ മൈ ഗോഡ് ആൻഡ് യു ആർ മൈ കിങ്. നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ രാജാവാണ്, ആൻഡ് ഐ ബിലോങ് ടു യു. കർത്താവിൻ്റെ ഉത്സാഹത്തോടെ ദൈവത്തെ നമുക്ക് സേവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.